Today is a topic from the subject psychology, problem solving. Problem solving in education, it has been viewed as a problem solving procedure to enable the individual to meet and solve the problems of real life. സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എഡ്യൂക്കേഷനിൽ പ്രോബ്ലം സോൾവിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പറയുമ്പോൾ അത് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ എന്ത് ചെയ്യുന്നു, മീറ്റ് ചെയ്യുന്നു, ഒരു പ്രശ്നത്തെ മീറ്റ് ചെയ്യുമ്പോൾ അത് യഥാർത്ഥ ജീവിതത്തിൽ സോൾവ് ചെയ്യാനുള്ള ഒന്നായിട്ടാണ് പ്രോബ്ലം സോൾവിങ് പ്രൊസീജിയറിനെ കാണുന്നത്. സോ സിംപ്ലി വേറെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രോബ്ലം സോൾവിങ് ഈസ് എ ഡെലിബറേറ്റ് ആക്ട് ഓൺ ദ പാർട്ട് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ടു ഓവർകം ദ ഡിഫിക്കൽറ്റി ഓർ ഒബ്സ്റ്റക്കിൾ ഇൻ ദ പാത്ത് ഓഫ് ദ അറ്റൈൻമെന്റ് ഓഫ് ഹിസ് ഗോൾ. ഇൻ ദ അറ്റൈൻമെന്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽസ് ഗോൾ, ഒരു ഇൻഡിവിജ്വലിന്റെ ലക്ഷ്യത്തിനെ നേടാൻ വേണ്ടി, മനസ്സിലാകുന്നുണ്ടോ? ആ മാർഗത്തിലേക്ക് പോകുമ്പോൾ, ആ ഗോളിലേക്ക് പോകുമ്പോൾ ഒരു ഇൻഡിവിജ്വൽ ഓവർകം ചെയ്യാൻ ഒരുപാട് ഡിഫിക്കൽറ്റീസ്. സോ ദ ഇൻഡിവിജ്വൽ ഷുഡ് ഫേസ് സം ഡിഫിക്കൽറ്റീസ് ആൻഡ് ഒബ്സ്റ്റക്കിൾ ടു അറ്റൈൻ ദാറ്റ് ഗോൾ. സോ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ഒരു ഇൻഡിവിജ്വൽ ചെയ്യുന്ന ഒരു ഡെലിബറേറ്റ് ആക്ട്, ഒരു മനഃപൂർവ്വമായിട്ടുള്ള ഒരു പ്രവൃത്തി, അതിനെയാണ് പ്രോബ്ലം സോൾവിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? സോ പ്രോബ്ലം സോൾവിംഗ് ഈസ് എ ഡെലിബറേറ്റ് ആക്ട് വെൻ ഓൺ ദ പാർട്ട് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ടു ഓവർകം ദ ഡിഫിക്കൽറ്റി ഓർ ഒബ്സ്റ്റക്കിൾ ഇൻ ദ പാത്ത് ഓഫ് ദ അറ്റൈൻമെന്റ് ഓഫ് ദ ഗോൾ. കണ്ടോ, ഒരു ഗോൾ അറ്റൻഡ് ചെയ്യാൻ ഒരു ഇൻഡിവിജ്വൽ ശ്രമിക്കുമ്പോൾ ഇഷ്ടംപോലെ ഡിഫിക്കൽറ്റീസും ഒരുപാട് ഒബ്സ്റ്റക്കിൾസും ഒക്കെ ഉണ്ടാവാറുണ്ട്. അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി, അതിനെ തരണം ചെയ്യാൻ വേണ്ടി ആ ഇൻഡിവിജ്വൽ എടുക്കുന്ന ഡെലിബറേറ്റ് ആക്ടിനെയാണ് പ്രോബ്ലം സോൾവിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് പ്രോബ്ലം സോൾവിംഗ് ഈസ് എ കൈൻഡ് ഓഫ് ലേണിംഗ് വിച്ച് റിക്വയർസ് തിങ്കിങ്. ഇപ്പൊ തിങ്കിങ്ങിന്റെ കേസിൽ നമുക്ക് പറയാം പ്രോബ്ലം സോൾവിംഗ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ലേണിംഗ്. ഒരു പഠനത്തിന്റെ ഒരു കൈൻഡാണ്, ഒരു സംഭവം തന്നെയാണ് പ്രോബ്ലം സോൾവിംഗ് എന്ന് പറയുന്നത്. വിച്ച് റിക്വയർസ് തിങ്കിങ്. അതിനെന്ത് വേണം? തിങ്കിങ് വേണം. സോ കൈൻഡ് ഓഫ് ലേണിംഗ് വിച്ച് റിക്വയർസ് തിങ്കിങ്, ദാറ്റ് ഈസ് പ്രോബ്ലം സോൾവിംഗ് എന്നും പറയുന്നുണ്ട്. ആൻഡ് ഓൾസോ ദർ ആർ two definitions of two psychologists. First one, Skinner. According to Skinner, problem solving is a process of overcoming difficulties that appear to interfere with the attainment of the goal. സ്കിന്നറിന്റെ ഒരു ഡെഫിനിഷൻ ആണ് പറയുന്നത് അവിടെ. അതായത് പ്രോബ്ലം സോൾവിംഗ് എന്ന് പറയുന്നത് പ്രോസസ് ഓഫ് ഓവർകമ്മിങ് ഡിഫിക്കൽറ്റീസ് ഓവർകം ചെയ്യുന്ന പ്രോസസ്സാണ്. when that appear to interfere with the attainment of a goal. കണ്ടോ, എല്ലാം ഏകദേശം ഒരേപോലെ തോന്നും. ഒരു അറ്റൈൻമെന്റ് ഓഫ് എ ഗോളിൽ, ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ അവിടെ എന്ത് പ്രത്യക്ഷപ്പെടും? ഒരു ഡിഫിക്കൽറ്റി ഉണ്ടാകും. അതിനെ ഓവർകം ചെയ്യുന്ന പ്രോസസ്സ് തന്നെയാണ് സ്കിന്നറും പറയുന്നത്. സോ പ്രോബ്ലം സോൾവിംഗ് ഈസ് എ പ്രോസസ് ഓഫ് ഓവർകമ്മിങ് ഡിഫിക്കൽറ്റീസ് ദാറ്റ് അപ്പിയർ ടു ഇന്റർഫിയർ വിത്ത് ദ അറ്റൈൻമെന്റ് ഓഫ് ദ ഗോൾ. അതൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. അടുത്ത റസ്കിന്റെ ഒരു ഡെഫിനിഷൻ ഉണ്ട്. അനദർ മാൻ, റസ്ക്, he defines problem solving as a planned attack upon a difficulty or perplexity for the purpose of finding a satisfactory solution. So Rusk defines problem solving as a planned attack upon a difficulty or perplexity, confusion, for the purpose of finding a satisfactory solution. ഒരു സൊല്യൂഷനിലേക്ക് എത്താൻ വേണ്ടി ഒരു പ്ലാൻഡ് ആയിട്ടുള്ള അറ്റാക്ക്. മനസ്സിലാവുന്നുണ്ടോ? പ്രോബ്ലം സോൾവിങ്ങിനെ അദ്ദേഹം പറയുന്ന, റിസ്ക് പറയുന്ന ഒരു ഓൾറെഡി പ്ലാൻഡ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് ആയിട്ടാണ്. എന്തിനെതിരെ? അപ്പോൺ എ ഡിഫിക്കൽറ്റി ഓർ കൺഫ്യൂഷൻ. ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ഡിഫിക്കൽറ്റിയെ ഒക്കെ നേരിടേണ്ടി വരും ഒരു സൊല്യൂഷനിലേക്ക് എത്താൻ. സോ അങ്ങനെ സൊല്യൂഷൻ ഫൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ ഒരു ഡിഫിക്കൽറ്റി, ഈ ഒരു പെർപ്ലക്സിറ്റി, ഇതിനെ എതിരെ ഉള്ള ഒരു അറ്റാക്ക്, ഒരു പ്ലാൻഡ് ആയിട്ടുള്ള അറ്റാക്ക് ആയിട്ടാണ് റിസ്ക് പറയുന്നത്. And there are some steps in problem solving. So John Dewey identified the following steps in the process. So he identified 7 steps to solve a problem.
First one, recognizing the problem. Defining, second one, defining the problem. Third one, collection of relevant data. Fourth one, evaluating and organizing data. Fifth one, formulation of hypothesis. Sixth one, evaluation of hypothesis. Seventh one, applying the solution. സ്റ്റെപ്സ് പല രീതിയിൽ പല പേരും പല ഇതായിട്ട് പറയുന്നുണ്ട് സ്റ്റെപ്സിനെ. ഇത് ജോൺ ഡിയുടെ 7 സ്റ്റേജ് മോഡലാണ്. അതായത് പലരും 7 സ്റ്റേജ് മോഡലും 4 സ്റ്റേജ് മോഡലും 5 സ്റ്റേജ് മോഡലും ഒക്കെ പറയാറുണ്ട് ഈ സ്റ്റെപ്സിന്റെ കേസിൽ. അതായത് ജോൺ ഡി പറയുന്നത് റിക്കഗ്നൈസ്, ഫസ്റ്റ് സ്റ്റെപ്പ് അക്കോർഡിംഗ് ടു ജോൺ ഡി, ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് റിക്കഗ്നൈസിങ് ദ പ്രോബ്ലം. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് പ്രോബ്ലം സോൾവിംഗ് ഹിയർ ദ ഇൻഡിവിജ്വൽ ഈസ് കോൺഫ്രണ്ടഡ് ബൈ സം സ്പെസിഫിക് പ്രോബ്ലം ദാറ്റ് റിക്വയർ സൊല്യൂഷൻ. ഒരു സ്പെസിഫിക് പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ ആവശ്യമായി വരുമ്പോൾ ഇവിടെ എന്താ, ആദ്യമായി അത് റിക്കഗ്നൈസ് ചെയ്യണം. ഒരു ഇൻഡിവിജ്വൽ അത് ഫേസ് ചെയ്യും. ആ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് അതിനെ റിക്കഗ്നൈസ് ചെയ്യുന്നു, തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് ജോൺ ഡ്യൂയി പറയുന്നത്. Then defining the problem. So in order to understand the problem, the learner start analyzing the situation and defines it in definite terms. അതായത് ഇവിടെ ഈ പ്രോബ്ലം മനസ്സിലാക്കുന്നതിന് ലേണർ എന്ത് ചെയ്യുന്നു, അനലൈസിങ് ദ സിറ്റുവേഷൻ. സോ ലേണർ ഷുഡ് അനലൈസ് ദ സിറ്റുവേഷൻ ആൻഡ് ഡിഫൈൻസ് ദ ഇൻഡിവിജ്വൽ ഓർ ദ ലേണർ ഡിഫൈൻസ് ഇറ്റ് ഇൻ ഡെഫിനിറ്റ് ടേംസ്. വേണ്ട രീതിയിൽ അതിനെ ഡിഫൈൻ ചെയ്യുന്നതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. Then third one, collection of relevant data. So here the investigator is required to collect all relevant information concerning the problem by all possible means. So ഇവിടെ collection of relevant data എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ investigator is to, or the solver or the individual investigator is required to collect all relevant information concerning the problem. ഈ പ്രോബ്ലവുമായിട്ട് ബന്ധപ്പെട്ടുള്ള റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ് കളക്ഷൻ ഓഫ് റെലവൻ്റ് ഡേറ്റ എന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ ഓർഗനൈസിങ് ഡേറ്റ. സോ ഇവിടെ ദ കളക്റ്റഡ് ഇൻഫർമേഷൻ ഈസ് ദെൻ ഇവാലുവേറ്റഡ് പ്രോപ്പർലി ടു ഐഡന്റിഫൈ ദ എസെൻഷ്യൽ ഡേറ്റ. സോ ഇവിടെ ഓർഗനൈസിങ് ആൻഡ് ഇവാലുവേറ്റിംഗ് എന്നാട്ടോ, ഇവാലുവേറ്റിംഗ് ആൻഡ് ഓർഗനൈസിങ് ഡേറ്റ, ദാറ്റ് ഈസ് ദ ഫോർത്ത് സ്റ്റെപ്പ്. സോ ഹിയർ ഇവിടെ എന്താ നടക്കുന്നത്, കളക്റ്റഡ് ഇൻഫർമേഷൻ ഇവാലുവേറ്റഡ് പ്രോപ്പർലി ആൻഡ് ഐഡന്റിഫൈ ദ എസെൻഷ്യൽ ഡേറ്റ. വേണ്ട ഡേറ്റ ഐഡന്റിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ്. വേണ്ടതായിട്ടുള്ള ഒരുപാട് ഡേറ്റാസ് ഉണ്ട്, അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് വേണ്ടത് എസെൻഷ്യൽ ആയിട്ടുള്ള, വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള, നെസസറി ആയിട്ടുള്ള ഡേറ്റ ഐഡന്റിഫൈ ചെയ്യുന്നു. അതാണ് ഫോർത്ത് വൺ. ഈ ഫിഫ്ത്ത് വൺ, ഫോർമുലേഷൻ ഓഫ് ഹൈപ്പോത്തീസിസ്. ബൈ സ്റ്റഡിയിങ് ദ ഓർഗനൈസ്ഡ് ഡേറ്റ ദ ഇൻവെസ്റ്റിഗേറ്റർ ട്രൈസ് ടു തിങ്ക് ഓഫ് ദ വേരിയസ് ടെൻറ്റേറ്റീവ് ഓർ പോസിബിൾ സൊല്യൂഷൻസ്. അതായത് ഇവിടെ ഫോർമുലേഷൻ ഓഫ് ഹൈപ്പോത്തീസിസ് ആണ്. ഹൈപ്പോത്തീസിസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടെൻറ്റേറ്റീവ് പോസിബിൾ സൊല്യൂഷൻ ആണ്, ഷ്രൂഡ് ഗസ് ആണ് നമ്മൾ ഹൈപ്പോത്തീസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ ഓർഗനൈസ് ചെയ്ത ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ ഇൻവെസ്റ്റിഗേറ്റർ ട്രൈസ് ടു തിങ്ക് വേരിയസ് ടെൻറ്റേറ്റീവ് പോസിബിൾ സൊല്യൂഷൻസ്. വ്യത്യസ്തങ്ങളായിട്ടുള്ള സാധ്യതയുള്ള സൊല്യൂഷൻസ് എന്ത് ചെയ്യുന്നു, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതാണ് ഇവിടെ ഫിഫ്ത്ത് സ്റ്റെപ്പായിട്ട് ജോൺ ഡ്യൂയി പറയുന്നത്. ദെൻ ഇവാലുവേഷൻ ഓഫ് ഹൈപ്പോത്തീസിസ്, that is the sixth step. So the hypothesis, that means tentative solutions, formulated and evaluated and weighed one by one. So ഇവിടെ 1 by 1 ആയിട്ട് ഈ സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്നു, ഇവാലുവേറ്റ് ചെയ്യുന്നു. And also those hypotheses which are not correct or practicable are eliminated one by one, finally reach the best solution of the problem. അതായത് ഈ ഇങ്ങനെ കിട്ടുന്ന അല്ലെങ്കിൽ ഈ രീതിയിൽ എന്ത് ഹൈപ്പോത്തീസിസ് കണ്ടെത്തി അല്ലെങ്കിൽ ഇതിനകത്ത് വേണ്ടുന്ന ഹൈപ്പോത്തീസിസ് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളതിനെ എന്ത് ചെയ്യുന്നു, എലിമിനേറ്റ് ചെയ്യുന്നു, 1 by 1 ആയിട്ട് എലിമിനേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഫൈനലി എന്ത് ചെയ്യുന്നു, ബെസ്റ്റ് സൊല്യൂഷനിലേക്ക് എത്തുന്നു. അതാണ് ഇവിടെ ഈ സ്റ്റെപ്പിൽ നടക്കുന്നത്. ദെൻ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ, അപ്ലൈയിങ് ദ സൊല്യൂഷൻ. ഒന്നുമില്ല, ദ ബെസ്റ്റ് സൊല്യൂഷൻ ദസ് അറൈവ്ഡ്, ദാറ്റ് ഈസ് ദെൻ അപ്ലൈഡ് ടു സോൾവ് ദ പ്രോബ്ലം ഇൻ ഹാൻഡ്. നമ്മൾ ആ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബെസ്റ്റ് സൊല്യൂഷൻ എന്ത് ചെയ്യുന്നു, അപ്ലൈ ചെയ്യുന്നു. അത്രേ ഉള്ളൂ. ടു സോൾവ് ദ പ്രോബ്ലം, പർട്ടിക്കുലർ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് 7th one, അപ്ലൈയിങ് ദ സൊല്യൂഷൻ. ഇനി വേറെ ഒരു സ്റ്റെപ്പ് വേറെ രീതിയിൽ കിടക്കുന്നതാണ് 7 മോഡൽ. വേറൊരു സ്റ്റെപ്പ് ഉണ്ട്, സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഐഡന്റിഫൈയിങ്, സെക്കൻഡ് വൺ എക്സ്പ്ലോർ, തേർഡ് വൺ സെറ്റ് ഗോൾസ്, ഫോർത്ത് വൺ ആൾട്ടർനേറ്റീവ്സ്, ഫിഫ്ത്ത് വൺ സെലക്ട്, സിക്സ്ത് വൺ ഇംപ്ലിമെന്റ്, 7th one ഇവാലുവേറ്റ്. ഇതൊക്കെ വ്യത്യസ്തങ്ങളായിട്ട് പറയുന്നുണ്ട്. അടുത്തൊരു 4 സ്റ്റേജ് മോഡൽ പറയുന്നുണ്ട്, ഡിഫൈൻ ദ പ്രോബ്ലം. അതൊരു സിമ്പിൾ ആണ്. സെക്കൻഡ് സ്റ്റെപ്പ്, ഓൺലി 4 steps. ഓക്കെ,
ഡിഫൈനിങ് ദ പ്രോബ്ലം, generate new ideas, implement and evaluate and select solutions. ഇനി വളരെ നല്ല എളുപ്പത്തിൽ പഠിച്ചു വെക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് 5 സ്റ്റേജ് മോഡൽ. അതെന്ന് പറയുന്നത് ദാറ്റ്സ് ബൈ 2 സൈക്കോളജിസ്റ്റ്, ജോൺ ബ്രാൻസ്ഫോർഡ് ആൻഡ് സ്റ്റെയിൻ. ജോൺ ബ്രാൻസ്ഫോർഡ് ആൻഡ് സ്റ്റെയിൻ, ഈ രണ്ടുപേരുടെ ഒരു മോഡൽ ഉണ്ട്. അതിന് ഐഡിയൽ നമുക്ക് പറയാം. കാരണം ഈ 5 സ്റ്റേജ് മോഡൽ ഫസ്റ്റ് ഐഡന്റിഫൈ, ഐ. സെക്കൻഡ് വൺ ഡി, define, E, explore, A, act, L, look back. വളരെ പെട്ടെന്ന് പഠിച്ചു വയ്ക്കാൻ പറ്റും. ഐഡിയൽ എന്ന് ഓർത്താൽ മതി. ഐഡിയൽ, IDEAL, ഐഡിയൽ. സോ ഐഡന്റിഫൈ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹിയർ ഐഡന്റിഫൈസ് ദ പ്രോബ്ലം. നമ്മൾ ജോൺ ഡിയുടെ പറഞ്ഞതുപോലെ ഐഡന്റിഫൈ ദ പ്രോബ്ലം ആണ് എന്തെന്ന് പറയുന്നത് ഐഡിയലിന്റെ ഫസ്റ്റ് ഐ. Then next one, define. Next step is define. Define and represent the problem. ഇവിടെ പ്രോബ്ലം എന്ത് ചെയ്യുന്നു, ഡിഫൈൻ ചെയ്യുന്നു. Then explore. Third step is explore. ഐഡിയലിന്റെ മൂന്നാമത്തെ ഇ. എക്സ്പ്ലോർ പോസിബിൾ സൊല്യൂഷൻ ഓർ സ്ട്രാറ്റജീസ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഫൈൻഡ് ചെയ്ത് പോസിബിൾ സൊല്യൂഷനും സ്ട്രാറ്റജീസും ഒക്കെ എക്സ്പ്ലോർ ചെയ്യുന്നു. അതാണ് എക്സ്പ്ലോർ. Then fourth one, act. Here the individual act on the selected solution. Solver act on the selected solution. സെലക്ട് ചെയ്യപ്പെട്ട സൊല്യൂഷൻ ഒരു ആക്ട് പ്രവർത്തി ചെയ്യുന്നു എന്നുള്ളതാണ് ആക്ട്. ഫിഫ്ത്ത് വൺ, ലുക്ക് ബാക്ക്. ഇവിടെ ലാസ്റ്റ് സ്റ്റെപ്പാണ് ലുക്ക് ബാക്ക്. ലുക്ക് ബാക്ക് ആൻഡ് ഇവാലുവേറ്റ്. നമ്മൾ ചെയ്ത് സെലക്ട് ചെയ്യപ്പെട്ട സൊല്യൂഷൻ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഫിഫ്ത്തിലേക്ക് പറയുന്നു. ലുക്ക് ബാക്ക് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യുന്നു. സോ ദീസ് ആർ ദ 5 സ്റ്റേജ് മോഡൽ എന്നുള്ള രീതിയിൽ പറഞ്ഞിരിക്കാം. 5 സ്റ്റെപ്സ് നമ്മൾ പറഞ്ഞു. 4 സ്റ്റെപ്പ് വെച്ച് പഠിക്കാം, 5 സ്റ്റെപ്പ് വെച്ച് വരുന്നതുണ്ട്. ജോൺ ഡിയുടെ 7 സ്റ്റെപ്സ് ഉണ്ട്. അതുപോലെ തന്നെ വേറൊരു 7 സ്റ്റെപ്സ് ഞാൻ പറഞ്ഞു. ഇതെല്ലാം ഓർത്ത് വെക്കുക. ഓക്കെ, ദീസ് ആർ ദ സ്റ്റെപ്സ്. ഐഡിയൽ ഓർത്ത് വെക്കുക, എളുപ്പം പഠിക്കാൻ എളുപ്പമാണ് ഐഡിയൽ. ഓക്കെ.